കമനീയ കിശോരമുഗ്ധമൂർധേ കളവേണുക്കൊണിതാവൃതാനനേന്ദോः മമ വാജി വിജൃംഭതാം മുരാരേः മധുരിം നഃ കണികാപി കാപി കാപി മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാഞ്ജലവഞ്ചിതം വിജേതാം മവാങ്മയ ജീവിതം യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവത്തെ പുരുഷായ തുഭ്യം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം പള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവത നിഷ്ണാതം നവമിതം ലോകശങ്കരം സദ്ഗുരുഭ്യോ നമഃ. ജ്ഞാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ ഗുരോനാഥ ജനകായ നമോ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ദശമസ്കന്ധത്തിന്റെ പൂർവാർത്ഥം മുഴുവൻ നമ്മൾ അനുസ്മരിച്ചു. ഇനി ഉത്തരാർത്ഥത്തിലേക്ക് കടക്കുകയാണ്. 50-ാമത്തെ അധ്യായം. അവിടെ കംസനെ കൊന്ന വിവരം, ആ കംസന്റെ പത്നിമാരായിട്ടുള്ള അസ്ഥി പ്രാപ്തി എന്ന് പേരുള്ള പത്നിമാര് അവരാരായിരുന്നു? അവര് ജരാസന്ധന്റെ മക്കളായിരുന്നു. കംസൻ മരിച്ചതോടുകൂടി വൈധവ്യം പ്രാപിച്ചതായിട്ടുള്ള അവര് അച്ഛന്റെ അടുത്ത് ചെന്ന് ആ ദുഃഖം അവരെ അറിയിച്ചു. അഗധ രാജാവായിട്ടുള്ള ജരാസന്ധന് ഇതെല്ലാം മനസ്സിലാക്കിയെങ്കിൽ പോലും ആ മക്കളിൽ നിന്നും കേട്ടതായിട്ടുള്ള വിഷമം ഒരച്ഛൻ എന്നുള്ള രീതിയിൽ സർവചരിത്രങ്ങളും ജരാസന്ധന് അറിയാം. എങ്കിൽ പോലും ആ മക്കളുടെ വിഷമം ഓർത്തുകൊണ്ട് വേഗം തന്നെ എന്തായി, ആ പ്രതികാര അഗ്നിയോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാനെ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനാണ് ഈ കംസനെ നിഗ്രഹിച്ചതെന്നുള്ള അറിഞ്ഞതായിട്ടുള്ള ജരാസന്ധന്റെ പരിശ്രമം മുഴുവൻ എന്താണ്? കൃഷ്ണനെ വംശത്തോടുകൂടി, ആ യദുവംശം മുഴുവൻ നശിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമായി അവിടെ. അതിനു വേണ്ടിയിട്ട് തീരുമാനായി. തനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ആ ഒരു വാർത്ത, അല്ലെ, തദപ്രിയമാകർണ്യ ശോകാമർശയുതോ നൃപ, ഒട്ടും പ്രിയമല്ലാത്തതായിട്ടുള്ള ആ വാർത്ത കേട്ടതായിട്ടുള്ള ജരാസന്ധൻ സന്തപിച്ചുകൊണ്ട്, എന്തെന്നില്ലാത്ത കോപാവേശം പൂണ്ടുകൊണ്ട് ഇതാ അവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇനി ആ യാദവ വംശത്തിന്റെ ഒരു ലവലേശ ഭാഗം പോലും ഇല്ലാതെ വേരോടെ പിഴുതെറിയണം. അതിനു വേണ്ടിയിട്ട് വേഗം ശ്രമം ആരംഭിച്ചു. അവിടെ 23 അക്ഷൗഹിണികളാണ് ഈ അതിനു വേണ്ടിയിട്ട് തയ്യാറാക്കുവാൻ തീരുമാനിച്ചത്. അക്ഷൗഹിണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഒരു അക്ഷൗഹിണി എന്ന് പറഞ്ഞാല് ഒരാന, ഒരു തേര്, പിന്നീട് 3 കുതിര, അതുപോലെ തന്നെ 5 കാലാള്, കാലാൾപ്പട, 3 പത്തി. 3 പത്തി എന്ന് പറഞ്ഞാല് സേനാമുഖം. 3 പത്തിയാണ്. ഈ 5 കാലാളുകൾ ചേർന്നതാണ് ഒരു പത്തി എന്ന് പറയുന്നത്. പിന്നെയോ 3 പത്തി ചേരുമ്പം ഒരു സേനാമുഖം. അങ്ങനെ 3 സേനാമുഖം ചേരുമ്പം ഒരു ഗുൽമം. 3 ഗുൽമം ചേരുമ്പം ഒരു ഗണം. 3 ഗണം ചേരുമ്പം വാഹിനി. 3 വാഹിനി ചേരുമ്പം ഒരു പ്രതന. 3 പ്രതന ചേരുമ്പം ഒരു ചമു. 3 ചമു ചേരുമ്പം അനീകിനി. അങ്ങനെ 10 അനീകിനി ചേരുമ്പോഴാണ് അക്ഷൗഹിണി എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് എത്തുന്നത്. അപ്പം ഒരാന, ഒരു തേര്,
ഒരശ്വം 5 കാലാള് തുടങ്ങിയതായിട്ടുള്ള ആ ക്രമമായിട്ടുള്ള സൈന്യത്തെ ഇതെല്ലാം ഇതിന്റെയൊക്കെ ഓരോന്നിന്റെയും 10 മടങ്ങ് 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 കൂടി വരുമ്പോഴാണ് അക്ഷൗഹിണി എന്ന് പറയുന്നത്. അങ്ങനെ ഒരക്ഷൗഹിണി എന്ന് പറയുമ്പോൾ തന്നെ എത്രയാണ്? 21,870 ആന, അത്ര തന്നെ തേര്, അത്ര തന്നെ കുതിര, പിന്നീട് 65,610 കുതിര, പിന്നെയോ 1,09,350 കാലാൾപ്പടകള് അല്ലെങ്കിൽ കാലാള്. പിന്നെ ഇങ്ങനെയുള്ള അക്ഷൗഹിണികളാണ്. ഒരക്ഷൗഹിണി എന്ന് പറയുന്നതാണിത്. അങ്ങനെ എത്രയാണ്? അങ്ങനെ 23 അക്ഷൗഹിണികളെ സജ്ജമാക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ആ യാദവരുടെ രാജധാനി സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള മഥുരയെ എല്ലാ ഭാഗത്തും കൊണ്ടും അവിടുന്ന് ഉപരോധിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ ആ ജരാസന്ധന്റെ സ്വാധീനത്താൽ കഴിവുള്ള എല്ലാ രാജാക്കന്മാരുടെയും ആ കാലാൾപ്പട, കുതിര, രഥങ്ങള്, ആനകള്, ഇവയടങ്ങുന്ന ആ അക്ഷൗഹിണികള് എല്ലാം വന്ന് ഇതെല്ലാം എന്താണ്? ഈ ഭൂഭാരത്തിന് കാരണമായിട്ടുള്ളതാണ് ഈ പറഞ്ഞതായിട്ടുള്ള സൈന്യങ്ങൾ മുഴുവൻ. അപ്പം അങ്ങനെയുള്ള ഭൂഭാരം വർദ്ധിക്കുന്നത് കൊണ്ട് ഈ സൈന്യങ്ങളെയൊക്കെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ തന്നെ ഈ ഒരു ബുദ്ധി ജരാസന്ധനില് ചെയ്യിച്ചതെന്ന് പറയാണ്. എന്തായാലും അവിടെ ആ മഥുരയില് വരുന്ന ഈ സൈന്യങ്ങളെയൊക്കെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ തീരുമാനിച്ചു. അവിടെ അതിനുവേണ്ടി ഏതദർഭോവതാരോയം ഭൂഭാരഹരണായ മേ സംരക്ഷണായ സാധൂനാം കൃതോന്യേഷാം വധായ ച. എന്തായാലും ഭഗവാൻ പറയാണ്, നമ്മളുടെ ഏട്ടനോടായിട്ട്, രാമേട്ടനോടായിട്ട് പറയാണ്, നമ്മളുടെ അവതാരോദ്ദേശം എന്താണ് ശരിക്കും? ഈ ഭൂഭാരത്തെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല ശരിക്കും. പിന്നെന്താണ്? സജ്ജനങ്ങളെ സംരക്ഷിക്കുക. അല്ലെ? നമ്മളൊക്കെ വിചാരിക്കും ഭഗവാൻ ഈ കൊല്ലാൻ മാത്രമേ അറിയാവുള്ളൂ. യഥാർത്ഥത്തില് ഭഗവാൻ കൊല്ലുകയല്ല അവിടെ ശരിക്കും. ഭഗവാൻ ചെയ്യുന്നത് എന്താണ് ശരിക്കും? സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നു. അപ്പൊ ആ സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പലതരത്തിലുള്ള നിഗ്രഹങ്ങളും അവിടെ ഉണ്ടായി എന്ന് മാത്രം. ഏവം ധ്യായതി ഗോവിന്ദ. അപ്പോ ആ ജരാസന്ധൻ തന്റെ സൈന്യങ്ങളോടുകൂടി നേരെ ആ മധുരയെ അങ്ങോട്ട് വളഞ്ഞു. അവിടെ അങ്ങനെ വളഞ്ഞതായിട്ടുള്ള അവരെ അവരുമായിട്ട് യുദ്ധത്തിനായി കൊണ്ട് തീരുമാനിച്ച് ഭഗവാൻ വേഗം എന്താണ്? തന്റെ ആയുധങ്ങളെ അവിടുന്ന് ധ്യാനിച്ചു എന്ന് പറയാണ്. ഏവം ധ്യായതി ഗോവിന്ദ ആകാശാ സൂര്യവർച്ചസോ രഥാ ഉപസ്ഥിതോ സദ്യ സസുതോ സപരിച്ഛതോ. അങ്ങനെ ആകാശത്തിൽ നിന്നും സൂര്യ തേജസ്സോട് കൂടിയിട്ട് ഉള്ള തന്റെ സാരഥിയോട് കൂടിയിട്ടുള്ള ആ സുവർണ തേര് അവിടെ എത്തി, അവിടെ ഭഗവാന്റെ മുമ്പിലേക്ക് എത്തി. പിന്നെയോ അതില് മറ്റ് ഉപകരണങ്ങളോട് കൂടിയിട്ടുള്ള എല്ലാം ആ രഥങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. തൻ്റെതായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ആയുധങ്ങൾ, ആയുധാനിച്ച ദിവ്യാനി പുരാണാനി യദൃച്ഛയ. ദിവ്യ ആയുധങ്ങള് എല്ലാം എന്തൊക്കെയായിരുന്നു ഭഗവാന്റെ ദിവ്യ ആയുധങ്ങള്? ശംഖഭൃന്ന് അന്തകീ ചക്രീ ശാങ്കധന്വാ ഗദാധര രഥാംഗപാണി രക്ഷോഭ്യ സർവപ്രഹരണായുധ എന്ന് നമ്മള് സഹസ്രനാമത്തിൽ അവസാനം പറയുന്ന രംഗമില്ലേ? അത് തന്നെയാണ് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ആയുധങ്ങളൊക്കെ. ശംഖം, ചക്രം, അതുപോലെ തന്നെ ഗദ, അതുപോലെ തന്നെ എന്താണ് ചാങ്കം എന്ന ധനുസ്, അല്ലെ? ധനുസ്, വാള്, നന്ദകി എന്ന് പറഞ്ഞ വാള്, പരിച തുടങ്ങിയതായിട്ടുള്ള ആ ഭഗവാന്റെ ആയുധങ്ങള് എല്ലാം തന്നെ യാദൃച്ഛികമായിക്കൊണ്ട് തന്റെ സമീപത്തേക്ക് എത്തിയവിടെ. എന്നിട്ട് ഏട്ടനോടായിട്ട് പറഞ്ഞു ഭഗവാൻ, പശ്യാദ്യ വ്യസനം പ്രാപ്തം യദൂനാം ത്വാവതം പ്രഭോ ഏഷത്തെ രഥ ആയാതോ സീതാന്യായുധാനി ച. അങ്ങനെ മഹാവിഷ്ണുവിന്റെ ശാന്തമെന്ന ധനുസും എടുത്താൽ തീരാത്തതായിട്ടുള്ള അസ്ത്രങ്ങളോട് കൂടിയതായിട്ടുള്ള ആവനാഴിയും കൗമോദകി എന്നുള്ള ഗതയും ഒക്കെ
അവിടെ എത്തി പോരാ. പിന്നെന്താണ്, ബലരാമന്റെ ആ ആയുധങ്ങളായിട്ടുള്ള കലപ്പയും, പിന്നെന്താണ് സുനന്ദം എന്ന പേരായിട്ടുള്ള ബലരാമന്റെ ഒലക്കയുടെ പേര് സുനന്ദം എന്നാണ്. സുനന്ദം എന്ന പേരായിട്ടുള്ള ആ ഇരുമ്പൊലക്കയും ഒക്കെ ആ സന്ദർഭത്തില് ആകാശത്തിൽ നിന്ന് വന്നു ചേർന്നു എന്ന് പറയാണ്. എന്നിട്ട് പറയാണ് രാമേട്ടനോട് പറയാണ്, അല്ലയോ ഏട്ടാ, ഈ യാദവരുടെ സംരക്ഷണം എന്നുള്ളത് അങ്ങയുടെ കൈകളിലാണ് അല്ലേ. ഏട്ടൻ എന്ന് പറയുമ്പോ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ജ്യേഷ്ഠനാണ് സ്ഥാനം. അപ്പം ആ ബലരാമേട്ടനോട് പറയണ, ഏട്ടനാണ് ഈ യാദവരെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഏട്ടന്റെ ചുമതലയാണ്. അപ്പൊ അതുകൊണ്ട് ജരാസന്ധന്റെ ആക്രമണം മൂലം ഉണ്ടായതായിട്ടുള്ള അവരുടെ ആ ദുഃഖത്തെ എന്താണ്, ഇപ്പം ആ ജരാസന്ധൻ 23 അക്ഷൗഹിണികളെ കൊണ്ട് മധുര മുഴുവൻ വളഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്ന് അവരുടെ ദുഃഖത്തെ ഇല്ലാണ്ടാക്കണം, ജനങ്ങളുടെ ദുഃഖത്തെയൊക്കെ ഇല്ലാണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തമായിട്ടുള്ള ആയുധങ്ങളൊക്കെ ദാ ഇവിടെ വന്നു ചേർന്നു. ഇനി വേഗം എന്താണ്, യാനം ആസ്ഥായ വ്യസനാൻ സമുദ്ധര ഏതദർത്ഥം ഹി നൗ ജന്മസാധൂനാമീശ ശർമ്മകൾ. വേഗം തന്നെ അങ്ങ് രഥത്തിൽ കയറി ആ ശത്രുക്കളെയൊക്കെ തുരത്തുക. എന്നിട്ടോ സജ്ജന സംരക്ഷണമാണ് നമ്മളുടേതായിട്ടുള്ള അവതാരോദ്ദേശം. അത് അങ്ങ് ഒട്ടും മനസ്സിലാക്കാതെ പോകരുത്. അതിനു വേണ്ടി സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഹിംസ ചെയ്തു എന്ന് വരും, ശത്രു സംഹാരം വേണ്ടി വരും, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രധാനമായിട്ട് എന്താണ്, സജ്ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അതുകൊണ്ട് 23 അക്ഷൗഹിണി സൈന്യങ്ങളോട് കൂടിയിട്ട് വന്നിട്ടുള്ള ആ ജരാസന്ധനെ ശമിപ്പിക്കണമെന്ന് രാമകൃഷ്ണന്മാര് പരസ്പരം അവിടുന്ന് തീരുമാനിച്ചു. വേഗം തന്നെ എന്ത് ചെയ്തു, അവര് ആ കവചങ്ങളൊക്കെ അങ്ങ് ധരിച്ചു. നിർജഗ്മധു സ്വായുധാഢ്യോ ബലേന അൽപീയസാവൃതൈ ശംഖം ദസ്മോ വിനിർഗത്യ ഹരിർദാരുകസാരഥി. ആ എന്താണ് കവചം ഒക്കെ ധരിച്ചുകൊണ്ട് അവരവരുടെ ആയുധങ്ങളൊക്കെ സജ്ജീകരിച്ചതായിട്ടുള്ള രഥങ്ങളിൽ കയറിക്കൊണ്ട് ആ ചെറുതായിട്ടുള്ള സൈന്യത്തോടുകൂടി നഗരത്തിൽ വന്നതായിട്ടുള്ള വലിയ ആ എന്താണ് സൈന്യത്തെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ദാരുകനെ കൊണ്ട് ആ രഥം സാരഥിയോടുകൂടി ആ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു, ആ രഥത്തിൽ കയറി പാഞ്ചജന്യ ധ്വനി അവിടുന്ന് വിളിച്ചു. പാഞ്ചജന്യ ധ്വനിയുടെ ലക്ഷ്യം എന്താണ്, ശംഖം വിളിച്ചതിന്റെ ലക്ഷ്യം എന്താണ്, യുദ്ധത്തിനുള്ള പോർവിളിയായിക്കൊണ്ട് അങ്ങനെ അവിടെ ആ ശ്രീകൃഷ്ണന്റെ രഥം വേണ്ട പോലെ ആ വന്നു. അവിടെ എങ്ങനെയാണ്, ദിവ്യമായിട്ടുള്ള കുതിരകളാണ് ശ്രീകൃഷ്ണന്റെ രഥത്തിന് അല്ലെ. ശൈബ്യൻ, സുഗ്രീവൻ, മേഘപുഷ്പൻ, വലാഹകൻ തുടങ്ങിയതായിട്ടുള്ള ഇതൊന്നും ശരിക്ക് ഈ കുതിരകളൊന്നും ഭൂമിയിലെ അല്ല എന്നാണ് പറയുന്നത്. ദിവ്യമായിട്ടുള്ള കുതിരകളാണ് അതൊക്കെ. എന്തായാലും അവിടുന്ന് ഭഗവാൻ വേഗം തന്നെ ആ സൈന്യത്തെയൊക്കെ ഏകദേശം ഒരുപോലെ വിഭജനം ചെയ്തു. അവിടെ എങ്ങനെയാണ്, ഏകോ രഥോ ഗജാശ്വൈകോ നരാ പഞ്ചപദാതയാ ത്രയശ്ചതുരഗാസ്തജ്ഞൈഹി പത്തിരത്യഭിധീയതേ. അവിടെ നേരത്തെ അക്ഷൗഹിണികളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു രഥം, അതുപോലെ തന്നെ ആന, അശ്വം തുടങ്ങിയതായിട്ടുള്ള ഓരോ ക്രമത്തിനനുസരിച്ചുകൊണ്ട് ആ എന്താണ് സൈന്യ വ്യൂഹങ്ങളെയൊക്കെ അവിടുന്ന് ക്രമപ്പെടുത്തി. അങ്ങനെ ശംഖനാദം മുഴക്കിയതോടുകൂടി തഥോഭോൽഭര സൈന്യാനാഭൃതി വിത്രാസവേ പഥു താവാഹമാഗതോ വീക്ഷ ഹേ കൃഷ്ണ പുരുഷാധമാ. ശംഖനാദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശത്രു സൈന്യങ്ങൾക്കൊക്കെ ഭയപ്പാടുണ്ടായി. അവരൊക്കെ പരിഭ്രമിച്ചു അവിടെ അല്ലെ. മിത്രങ്ങളായിട്ടുള്ളവർക്കൊക്കെ ഈ പാഞ്ചജന്യധ്വനി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രഥമ സ്കന്ധത്തിൽ കണ്ടു നമ്മൾ എന്താണ്, ഭഗവാൻ ദ്വാരകയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് ആ ശംഖങ്ങോട്ട് വിളിച്ചപ്പോഴേക്കും ജഗൽ ഭയാവഹം, എല്ലാവരുടെയും മരണദുഃഖത്തെ പോലും ഇല്ലാണ്ടാക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ശംഖുവിളി കൊണ്ട് എല്ലാവരും ആനന്ദിച്ചു എന്ന് പറയണം. അപ്പം മിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം, സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അല്ലെ അവരുടെ സന്തോഷവും, എന്നാൽ ശത്രുക്കൾക്ക് എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭീരുത്വവും സൃഷ്ടിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ശംഖുവിളി. ജരാസന്ധൻ
ഇത് കണ്ടതോടുകൂടി രാമകൃഷ്ണന്മാരോട് പറയാൻ തുടങ്ങി. എന്താണ്? നത്വയായോദ്ധുമിച്ഛാമി ബാലേനൈകേന ലജ്ജയാ ഗുപ്തേന ഹി ത്വയാ മന്ദയോത്സ്യേയാഹി ബന്ധുഹൻ. അല്ലയോ, ഈ അവിടെ പറയുന്നുണ്ട് പുരുഷാധമ എന്നാണ് ഭഗവാനെ അവിടെ വിളിക്കുന്നത്. മനുഷ്യരിലെ അധമനായിട്ടുള്ള ഹേ കൃഷ്ണ, കേവലം ബാലനായിട്ടുള്ള നിന്നോട് ഞാൻ യുദ്ധത്തിന് തയ്യാറായിട്ട് വരുന്നില്ല. അതെനിക്ക് തന്നെ എന്താണ്, എനിക്ക് തന്നെ അത് നാണക്കേടാണ് എന്ന് പറയാണ്. നത്വയാ യോദ്ധമിച്ഛാമി ബാലേനൈകേന ലജ്ജയ. അതുകൊണ്ട് ഗുപ്തേന ഹി ത്വയാമന്ത നയോത്സ്യയാഹി ബന്ധുഹൻ. കാരണം അത് നാണക്കേടാണ്. ഇത്രയും നാളും അല്ലെ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ സ്വന്തം അമ്മാമനെ വരെ ചവിട്ടി കൊന്ന് അല്ലെങ്കിൽ ഞെക്കി കഴുത്ത് പിരിച്ചു കൊന്നതായിട്ടുള്ള നിന്നോട് യുദ്ധം ചെയ്യാൻ എനിക്ക് നാണമാണ്, ലജ്ജയാണ്. അതുകൊണ്ട് നിന്നോട് യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറല്ല. പിന്നെ ആരാണ്? പിന്നെ ബലരാമനോട്. അതുകൊണ്ട് രാമനോട് പറഞ്ഞു, ഹേ തവ രാമ യതി ശ്രദ്ധായുദ്ധസ്വ യുദ്ധസ്വധൈര്യമുദ്വഹ ഹിത്വാവാമച്ഛനൈ ഛിന്നം ദേഹം ത്വയാഹി മാം ജഹി. ഹേ രാമ, തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ധൈര്യം അവലംബിച്ചുകൊണ്ട് എന്നോട് യുദ്ധത്തിന് വേണമെങ്കിൽ വരാം. പിന്നെ അത് തന്നെയല്ല, എന്നോട് യുദ്ധം ചെയ്ത ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താണ് പ്രത്യേകത? എന്നോട് യുദ്ധം ചെയ്താൽ എന്റെ ശരങ്ങളൊക്കെ ഏറ്റ് നീ വീരസ്വർഗം തന്നെ പ്രാപിക്കും. അതിനും ഒരു ഭാഗ്യം കിട്ടണം അല്ലെ? എന്നെ പോലെയുള്ളവരോടൊക്കെ യുദ്ധം ചെയ്യാൻ അതൊക്കെ നിനക്ക് ചെയ്യാൻ സാധിക്കും. യുദ്ധത്തിലെ ജയാപജയങ്ങളൊക്കെ പ്രവചിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെ അവിടെ പറയുകയാണ്. എന്തായാലും ഭഗവാൻ പറഞ്ഞു, നവൈശൂരാദിഗന്ധേ ദർശയന്ത്യേവ പൗരുഷം. ജരാസന്ധ, നീ ഇങ്ങനെ വാചക അടിക്കുകയല്ല വേണ്ടത്, നിന്റെ പൗരുഷം എന്താണെന്നുള്ളത് കാണിക്കുക, പ്രവർത്തിക്കുക വേണ്ടത്. അല്ലാതെ വീരവാദം മുഴക്കുകയല്ല വേണ്ടത്. പരാക്രമം അത് ചെയ്ത് കാണിക്കുക. ശശുരനായിട്ടുള്ള കംസൻ നിഗ്രഹിക്കപ്പെട്ട് പുത്രിമാര് വിധവകളോടുകൂടി അല്ലെങ്കിൽ വൈധവ്യം ബാധിച്ചു വന്നതായിട്ടുള്ള ഒരു അച്ഛന്റെ മുമ്പിലോട്ട് അങ്ങനെ ദുഃഖിക്കുന്നവനായിട്ടുള്ള ആ അച്ഛൻ ഇനിയും വാചകം അടിച്ചുകൊണ്ടിരിക്കാതെ വേഗം അതിന് പ്രതികാരമായിക്കൊണ്ട് നീ യുദ്ധം ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ മരണത്തെ പോലും നേരിടാൻ തയ്യാറെടുത്തവനുമായവന്റെ വാക്കുകള് അത്ര, അതായത് ഈ മരിക്കാറാകുമ്പോഴത്തേക്കും ചില ജൽപ്പനങ്ങളൊക്കെ ചെയ്യും അല്ലെ, ചിലരൊക്കെ ഓരോന്നും ഇങ്ങനെ പിച്ചും പെയ്യും ഒക്കെ പറയും. അതൊന്നും ആരും ഗമിക്കാം. ന ഗൃഹീമോ വചോരാജൻ ആതു രസ്യമൂഷത. അതൊന്നും ആരും അവിടെ ചെയ്യില്ല, അതൊന്നും ശ്രദ്ധിക്കില്ല എന്നവിടെ പറയുകയാണ്. എന്തായാലും അവിടെ ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു, ജരാസന്ധൻ തന്റെ വമ്പിച്ച സൈന്യത്തോടു കൂടിയിട്ടുള്ള ആ സേനാരഥം, അതുപോലെ തന്നെ കൊടിക്കൂറ, കുതിര, സാരഥി, ഇവയെല്ലാമുള്ള എല്ലാം കൊണ്ടും നേരെ എന്ത് ചെയ്തു? ആ രാമകൃഷ്ണന്മാരുടെ അടുത്തേക്ക് എതിരേറ്റു. അവിടെ ചെന്ന് രാമകൃഷ്ണന്മാരെ അതിലൂടെ അങ്ങോട്ട് പൊതിഞ്ഞു എന്ന് പറയാണ്. എങ്ങനെയാണ് പൊതിഞ്ഞത്? ധ്വജവാജി സാരഥി സൂര്യാനലോ വായു ഇവാത്മരേണു ഇവ അഭ്രരേണുഭി. അതായത് ഈ കാറ്റ് വരുമ്പോഴത്തേക്കും ഈ എന്താണ് ഭൂമിയിലുള്ള പൊട്ടിപ്പടലങ്ങളൊക്കെ അങ്ങോട്ട് പൊന്തും. ഈ മേഘപാളികളും കൊണ്ടും പൊട്ടിപ്പടലങ്ങളും കൊണ്ടും ഒക്കെ മൂടിക്കഴിയുമ്പോഴത്തേക്കും എന്താണ്, നമുക്ക് സൂര്യനൊന്നും കാണാൻ പറ്റാതെ വരും. അപ്പം ഈ പൊട്ടിപ്പടലങ്ങളെ കൊണ്ടൊക്കെ സൂര്യനെ പോലും അല്ലെങ്കിൽ അഗ്നിജ്വാലകളെയൊക്കെ മറയ്ക്കുന്നത് പോലെ ഇന്നിതാ രാമകൃഷ്ണന്മാരുടെ ആ സൈന്യ വ്യൂഹം ഇന്നിതാ മറയ്ക്കപ്പെട്ടു, മൂടപ്പെട്ടു എന്ന് പറയാണ്. എന്തായാലും പറഞ്ഞേ, ആ നഗരവീഥികളിലെ നിലാമുറ്റം, മാളികപ്പുറം, അതുപോലെ തന്നെ ആ ഗോപുരങ്ങള്, ഇവിടെയൊക്കെ സ്ഥാനമുറപ്പിച്ചതായിട്ടുള്ള മധുര നഗരത്തിലെ സ്ത്രീജനങ്ങളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊക്കെ പരിഭ്രാന്തരായി. കാരണം എന്താണ്? രാമകൃഷ്ണന്മാര് നടുക്ക വ്യൂഹങ്ങളോടുകൂടി നിൽക്കുന്ന അവരെയൊക്കെ പൊതിഞ്ഞു ഈ അക്ഷൗഹിണികളോടുകൂടി വന്നിട്ടുള്ള ജരാസന്ധൻ. എന്തായാലും അവിടെ തന്റെ സൈന്യം, ശത്രു സൈന്യങ്ങളുടെ ശക്തിയേറിയതായിട്ടുള്ള ആ ജരാസന്ധന്റെ സൈന്യത്തിന് നേരെ തുടരെയുള്ള ഭഗവാന്റെ അസ്ത്രവൃക്ഷത്തെ കൊണ്ട് അവിടെ പീഡിക്കപ്പെട്ടതായിട്ടുള്ള കണ്ടതായിട്ടുള്ള ഭഗവാൻ വേഗം തന്നെ
ദേവന്മാരെ കൊണ്ടും അസുരന്മാരെ കൊണ്ടും ഒക്കെ ആദരവോടുകൂടി ആരാധിക്കപ്പെടുന്നതായിട്ടുള്ള ഭഗവാൻ തന്റെ ശാംഖം എന്ന ആ വിശേഷപ്പെട്ട വില്ല് കൊലച്ചുകൊണ്ട് ഞാൻ കെട്ടി അവിടെ തന്റെ ആ എന്താണ് ശാംഖം എന്ന ധനുസിന്റെ ശബ്ദം കേട്ടതോടുകൂടി തന്നെ എന്താണ് എല്ലാവരും ഒന്ന് നടുങ്ങി. ശത്രുക്കളൊക്കെ ആയിട്ടുള്ള ജരാസന്ധന്റെ ആൾക്കാർ മുഴുവൻ നടുങ്ങി അവിടെ. പിന്നീട് ആവനാഴിയിൽ നിന്ന് ഒഴിയാത്ത ആവനാഴിയിൽ നിന്ന് ബാണങ്ങൾ എടുത്തുകൊണ്ട് ഇടതടവില്ലാതെ അവരുടെ നേരെ പ്രയോഗിച്ചൂടെ. അങ്ങനെ ആ ശത്രു സൈന്യത്തിലെ രഥങ്ങളായിക്കോട്ടെ, ആനകളായിക്കോട്ടെ, കുതിരകളായിക്കോട്ടെ, കാലാളുകളായിക്കോട്ടെ, ഇതിനെ ആ ചതുരംഗങ്ങളെ മുഴുവൻ ഭഗവാൻ അവിടുന്ന് പല തരത്തില് എങ്ങനെയാണ് ആ അവിടെ നിന്നുകൊണ്ട് വട്ടം തിരിഞ്ഞുകൊണ്ടാണ് അസ്ത്രം അയച്ചുകൊണ്ടിരിക്കുന്നത്. വട്ടം തിരിഞ്ഞുകൊണ്ട് എല്ലാ ചുറ്റുമുള്ള ആ ആനകളെയും അല്ലെങ്കിൽ ചതുരംഗങ്ങളെ മുഴുവൻ അവിടുന്ന് ഭഗവാൻ. എന്നിട്ട് അത് എങ്ങനെയാണ് ഇവിടെ പറയുന്നത്? ഈ ഭഗവാൻ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഇത് ചെയ്യുമ്പം യദ്വത് അലാത ചക്രം പോലെയായെന്ന് പറയാം. അലാത ചക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചന്ദനത്തിരിയൊക്കെ നമ്മൾ കത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മൾ എന്താണ് വട്ടം ഇതാകുമ്പോഴത്തേക്ക് ഇങ്ങനെ വട്ടം പോലെ ഇങ്ങനെ നിൽക്കുന്നതാണ് അല്ലെ? ശരിക്കും പറഞ്ഞാൽ അത് ഒന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വട്ടം അവിടെ സൃഷ്ടിച്ചെന്ന് പറയുന്നത് അതാണ് അലാത ചക്രം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെയായി ഇവിടെ ഭഗവാൻ ആ ചുറ്റും വട്ടത്തിൽ അവിടുന്ന് യുദ്ധം ചെയ്തുകൊണ്ട് ആ കാലാൾപ്പടകളെയൊക്കെ അവിടെ നശിപ്പിച്ചു, ചതുരംഗങ്ങളെയൊക്കെ അവിടെ നശിപ്പിച്ചു. ഈ ഭഗവാന്റെ ആ അസ്ത്രപ്രയോഗം തുടങ്ങിയതോടുകൂടി എന്തായി? ആ ശത്രു സൈന്യം മുഴുവൻ ഛിന്ന ഭിന്നമായി. അവിടുന്ന് അഗ്നി ആനകളൊക്കെ എന്താണ് അവർ അസ്ത്രമേറ്റുകൊണ്ട് മസ്തകം പൊളിഞ്ഞുകൊണ്ട് അവിടെ പെടഞ്ഞു വീഴുന്നു. ആ കുതിരകളുടെ കഴുത്തൊക്കെ അറക്കപ്പെടുന്നു. പിന്നെയോ തേരൊക്കെ എന്തായി? ആ കൊടിക്കൂറിയൊക്കെ ഒടിഞ്ഞു വീണ് ആ തേരിന്റെ ചക്രങ്ങളൊക്കെ ഇളകിപ്പോയിക്കൊണ്ട് അത് നശിച്ചിരിക്കുന്നു. സാരഥിയും യോദ്ധാവും ഒക്കെ ആ ശരവർഷത്തില് തകർന്നു അവിടെ. പിന്നെയോ അവിടെയുള്ള കാലാൾപ്പടയിലെ സൈനികര് എല്ലാവരും അവരവരുടെ ഓരോരോ അവയവങ്ങള് കൈകാലുകളും അതുപോലെ കഴുത്തുമൊക്കെ മുറിഞ്ഞ് പല സ്ഥലത്തായിട്ട് കൊണ്ട് അത് അങ്ങനെ കിടക്കുന്നു. സംഛിദ്യമാന ദ്വിപഭേദവാജിനാമംഗപ്രസൂതാശതശോത്രുതാപഗാഹ കുജാഹയ പൂരുഷശീർഷഗച്ഛപാ ഹതദ്വിപദ്വീപഹയകുലാഹയഗ്രഹാകുലാ. എന്തായാലും ഭഗവാന്റെ അസ്ത്രപ്രയോഗത്തിന്റെ ഫലമായിക്കൊണ്ട് ആ യുദ്ധക്കളത്തിൽ ഒരു വലിയൊരു സമുദ്രം ഉണ്ടായി എന്ന് പറയാണ്. എന്താണ് സമുദ്രം? എങ്ങനെയുള്ള സമുദ്രം? ചോര കൊണ്ടുള്ള സമുദ്രം. ചോരപ്പുഴകൾ അവിടെ കൊണ്ട് ഈ കാലാൾപ്പട, ആന, കുതിര ഇവരുടെയൊക്കെ ആ മുറിഞ്ഞതായിട്ടുള്ള ശരീരത്തിൽ നിന്നും ഒഴുകിയതായിട്ടുള്ള 100 കണക്കിന് രക്തപ്പുഴകൾ ചേർന്നതായിട്ടുള്ള വലിയൊരു രക്ത നദി അവിടെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. ആ നദിയില് ഓരോന്നും അവിടെ പറയുകയാണ്. എന്താണ്? ബലം തദംഗാർണവദുർഗഭൈരവം ദുരന്ത പാരം മഗധേന്ദ്രപാലിതം ക്ഷയം പ്രണീതം വസുദേവപുത്രയോർ വിക്രീഡിതം ജൽ ജഗദീശയോപ്പരം. എന്നിട്ട് പറയാണ് ഈ നദിയിൽ എന്തൊക്കെയാ ഉള്ളത്? അവിടെ തിമിംഗലങ്ങളുണ്ട് അല്ലെ, മത്സ്യങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ ഓരോന്നിനെയായിട്ട് ഈ എന്താണ് കാലാൾപ്പടകളുടെ ഒക്കെ കൈകളൊക്കെ ഇങ്ങനെ പ്രത്യേകം മുറിഞ്ഞു പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേ എന്തായി? അവിടെ അല്ലെ പാമ്പുകള്, നീർക്കോലി തുടങ്ങിയതായിട്ടുള്ള ധാരാളം പാമ്പുകളൊക്കെ നദികളിൽ കാണാൻ പറ്റും. അപ്പം കൈകളാകുന്ന പാമ്പുകളോടും പിന്നെയോ തല മാത്രം വേറെ കിടക്കുമ്പോ അതൊക്കെ എന്തായി? തലകളാകുന്ന ആമകളോടും പിന്നെ കൊല്ലപ്പെട്ടതായിട്ടുള്ള ആനകളാകുന്ന വലിയ വലിയ തുരുത്തുകൾ അല്ലെ, നദികളിൽ തുരുത്തുകൾ കാണും. അതൊക്കെ എന്താണ്? ഈ ആനകള് അല്ലെ, കൊല്ലപ്പെട്ട ആനകൾ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ അതൊക്കെ തുരുത്തുകളായിട്ട് മാറി. ഈ കുതിരകളാകുന്ന ആ കുതിരകളൊക്കെ മുതലകളായിട്ട് മാറി. അവിടെ ഇങ്ങനെ ഭയങ്കര അറ്റ് വീണതായിട്ടുള്ള കൈകള്, തുടകള്, ഇതൊക്കെ വലിയ വൻ മത്സ്യങ്ങളാണെന്നുള്ള പ്രതീതി അവിടെ ഉളവാക്കി. പിന്നെയോ ആ സൈനികരുടെ ഒക്കെ തലമുടികളൊക്കെ എന്താണ് ചല്ലിയായിട്ടും കൊണ്ട് പിന്നെ വില്ലുകളൊക്കെ എന്തായി? ധാരാളം ധനുസുകൾ, അതൊക്കെ ഓളങ്ങളായിക്കൊണ്ടും ആയുധങ്ങളൊക്കെ ചെറിയ പൊന്തക്കാടുകളായിക്കൊണ്ട് ആയുധങ്ങളൊക്കെ. പിന്നെയോ അവിടെ പരിചകള്, ആ പരിചകൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെ വട്ടത്തിലിരിക്കുന്ന പരിചകളൊക്കെ കണ്ടു കഴിഞ്ഞാല് ചുഴികൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും ചുഴികൾ ഉണ്ടാകുന്നതായിട്ട്. പിന്നെ ആ അവരണിഞ്ഞതായിട്ടുള്ള ആഭരണങ്ങളും അതിനകത്തുള്ള രത്നങ്ങളും ചരലുകളും കല്ലും ഒക്കെ അതൊക്കെ എന്താണ്?
ഇതൊക്കെ ആ നദികളുടെ അടിയിലേക്ക് എത്തിയതോടുകൂടി നദിയിൽ നിന്ന് കിട്ടുന്ന പലതരത്തിലുള്ള രത്നങ്ങളാണ് എന്നുള്ളത് കാണാൻ സാധിക്കും. ഇങ്ങനെ ആ രക്ത നദികള് ഭയങ്കരങ്ങളായിക്കൊണ്ട് അത് ഒഴുകാൻ തുടങ്ങി. ഭീരുക്കൾക്കൊക്കെ ഭയം എന്തെന്നില്ലാത്ത രീതിയിൽ ഭയമുണ്ടായി. ശൂരന്മാരെ സംബന്ധിച്ചിടത്തോളം എന്തായി? അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെ, ശൂരന്മാർക്ക് ആവേശം കൂടുവോടെ. കാണികൾക്കൊക്കെ പലതരത്തിലുള്ള ഭീരുക്കൾക്ക് പേടി, ശൂരന്മാർക്ക് ആവേശം, അല്ലെ. പിന്നെയോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കാണുമ്പോഴത്തേ അവർക്കൊക്കെ എന്താണ്? അവർക്ക് എന്തെന്നില്ലാത്ത സങ്കടം, ദുഃഖം, അല്ലെ. ഇങ്ങനെ കാണികൾക്കൊക്കെ വ്യത്യസ്ത ഭാവങ്ങളാണ് അവിടെ ഉണ്ടായത് എന്ന് പറയാണ്. എന്തായാലും ആ പരാക്രമം എത്രയാണെന്ന് കാണിക്കാനാകാത്തതായിട്ടുള്ള ആ ബലരാമന്റെ മുസലം, അല്ലെ, മുസലം എന്ന ആയുധങ്ങളെ കൊണ്ട് പ്രയോഗം ആരംഭിച്ചോടെ മഹാഹങ്കാരികളായിട്ടുള്ള ശത്രു സൈന്യങ്ങൾക്കൊക്കെ വൻ പ്രഹരമാണ് ഏറ്റത് അവിടെ. എന്തായാലും സമുദ്രം പോലെ അടക്കാൻ ആകാത്തതായിട്ടുള്ള ആഴവും മറുകര തിട്ടപ്പെടുത്താത്തതും ആകാത്തതായിട്ടുള്ള ആ ജരാസന്ധൻ നയിച്ചതായിട്ടുള്ള 23 അക്ഷൗഹിണി വൻ ഒരു എന്താണ് സൈന്യപ്പട തന്നെ, സൈന്യനിര തന്നെ ഇതാ ഇപ്പം ഈ ബലരാമന്റെ ആ മുസലായുധത്തിന്റെ മുന്നിൽ അത് തകർന്ന് തരിപ്പണമായി നാശത്തെ നേരിട്ടു എന്ന് പറയാണ്. എന്തായാലും ലോകത്തിന്റെ തന്നെ ഈശ്വരന്മാരായിട്ടുള്ള ഈ വസുദേവ പുത്രന്മാര് അവരെ സംബന്ധിച്ചിടത്തോളം വിക്രീഡിതം ജഗദീശയോ പരം. രാമകൃഷ്ണന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇതൊക്കെ വെറുതെ ഒരു വിനോദം മാത്രം, ഇതൊക്കെ വെറും ഒരു ലീല മാത്രമായിട്ട് മാറിയിരുന്നു എന്ന് പറയാണ് അവിടെ. എന്തായാലും പറഞ്ഞാൽ തീരാത്തത്ര ഗുണഗണങ്ങൾ ഇണങ്ങിയതായിട്ടുള്ള യാതൊരാളാണോ ഈ ത്രിലോകത്തെ ഇവിടെ സൃഷ്ടിച്ച് എന്താണ് സ്ഥിതി സംഹാര കർത്തൃത്വമൊക്കെ ഏറ്റെടുത്തതായിട്ടുള്ള ആ ഒരു ലീലാ വിനോദം എന്നുള്ള രീതിയിലാണ് രാമകൃഷ്ണന്മാര് ആ ജരാസന്റെ സൈന്യത്തെയൊക്കെ കൊന്നൊടുക്കിയതെന്ന് പറയണത്. എന്തായാലും അദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്തെ സൈന്യങ്ങളെ സംഹരിക്കുക എടുത്തു പറയത്തക്ക കാര്യമല്ല അത്. അതൊക്കെ വെറുതെ ഇവരുടെ ചെറിയ ഒരു വിനോദം മാത്രം. എങ്കിലും നതസ്യചിത്രം പരപക്ഷ നിഗ്രഹസ്തഥാപി മർത്യാനുവിധസ്യ വർണ്യതേ. എന്നാൽ പോലും എന്താണ് ഭഗവാൻ എങ്ങനെയാണ് ഇവിടെ അവതരിച്ചിരുന്ന? മനുഷ്യനായിട്ടാണ്, അല്ലെ, മനുഷ്യാവതാരം സ്വീകരിച്ചതായിട്ടുള്ള അവസരത്തിലായതുകൊണ്ട് കാര്യങ്ങളൊക്കെ എന്താണ് അത്ഭുതം 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 എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത്? അത്ഭുതം തന്നെയാണ് എന്ന് പറയുകയാണ്. ജഗ്രാഹ വിരഥം രാമോ ജരാസന്ധം മഹാബലം ഹതാനീകാവശിഷ്ടാസും സിംഹമിവ ഊജസാ. അപ്പം അവിടെ പറയാണ് സൈന്യങ്ങളെല്ലാം നശിച്ച ജീവൻ മാത്രം അവശേഷിച്ചവനും അതുപോലെ രഥം എല്ലാം നഷ്ടപ്പെട്ടവനും എങ്കിലും മഹാബലവാനായിട്ടുള്ള ആ ജരാസന്ധനെ ഒരു സിംഹം മറ്റൊന്നിനെ എന്നുള്ളത് പോലെ അവിടെ ആ ബലരാമന്റെ നേരെ ആ ജരാസന്ധൻ എന്താണ് ബലമായിട്ട് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. അവിടെ ആ ജരാസന്ധനെ ബലമായിട്ട് അവിടെ അങ്ങോട്ട് പിടിച്ചു നിർത്തി അവിടെ ആ ബലരാമസ്വാമി. എന്നിട്ടോ വരുണപാശത്തും കൊണ്ട് അവിടുന്ന് സാധാരണ കയറുകൊണ്ടൊക്കെ അങ്ങോട്ട് ബന്ധിക്കുവാൻ വേണ്ടി അങ്ങ് തുടങ്ങി. അങ്ങനെ ജരാസന്ധനെ കൊല്ലാറായിട്ടില്ല, അയാളെ കൊണ്ട് ഇനിയും പലതും നേടണം എന്നുള്ള കാര്യം ഭഗവാൻ നേരെ ബലരാമസ്വാമി അവിടുന്ന് അറിയിച്ചു. അവിടുന്ന് സമുക്തോ ലോകനാഥാഭ്യാം പ്രീഡിതോ വീരസമ്മത തപസേ കൃത സങ്കൽപ്പോ വാരിത പഥിരാജഭി. ഭഗവാൻ പറഞ്ഞു, ഏട്ടാ ഇപ്പൊ തൽക്കാലം അയാളെ കൊല്ലണ്ട, ഇനിയും നമുക്ക് എന്താണ് ഇതുപോലെ 23 അക്ഷൗഹിണികളായിട്ട് ഈ ലോകത്തുള്ള നമുക്ക് എളുപ്പമുണ്ടപ്പം, അല്ലെ. നമുക്കിനി ഈ ദുഷ്ടന്മാരെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഇയാൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നോളും എന്ന് പറഞ്ഞ് ലോകനാഥന്മാരായിട്ടുള്ള രാമകൃഷ്ണന്മാര് ആ ജരാസന്ധനെ അവിടുന്ന് വിട്ടയച്ചു. ഇങ്ങനെ വിട്ടയക്കപ്പെട്ടതായിട്ടുള്ള വീരനെന്ന് സർവരും സമ്മതിക്കുന്നതായിട്ടുള്ള ആ ജരാസന്ധൻ തനിക്ക് വന്നു ചേർന്നതായിട്ടുള്ള ആ പരാജയത്തിൽ ലജ്ജിച്ചുകൊണ്ട് തല താഴ്ത്തിക്കൊണ്ട് അല്ലെ അവിടുന്ന് പോയി. എന്നിട്ടോ എന്തിനു വേണ്ടാ പോയത് അവര്? എന്നിട്ട് വേഗം തപസേ കൃത സങ്കൽപ്പോ വാരിതപതിരാജഭി, വേഗം
അനുഷ്ഠിക്കുവാൻ വേണ്ടിയിട്ട് അവിടുന്ന് പുറപ്പെട്ടു. തന്റെ പക്ഷത്തുള്ള ആ രാജാക്കന്മാര് അനുനയ വാക്യങ്ങളൊക്കെ അവിടുന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവ ആ വിശുദ്ധതയുള്ള ശാസ്ത്രീയമായിട്ടുള്ള പശ്ചാത്തലമുള്ള ആ സതുപദേശങ്ങളായിക്കൊണ്ട് അതിനെ സ്വീകരിച്ചു. അങ്ങേക്ക് യാദവന്മാരാൽ വന്നു പെട്ടതായിട്ടുള്ള ഈ ഒരു പരാജയം എന്ന് പറഞ്ഞാൽ അങ്ങ് പേടിക്കണ്ട. ഇത് പൂർവമായിട്ട് അങ്ങ് ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ടാണ്. വാക്യേ പവിത്രാർത്ഥപദേ നയനേ പ്രാകൃതൈരപി സ്വകർമ്മബന്ധ പ്രാപ്തോയം യദുഭിസ്തേ പരാഭവ. ഇത് യഥാർത്ഥത്തിൽ എന്താണ്? ഇതിന് യുദ്ധത്തില് അല്ലെങ്കിൽ ഈ പൂർവ ജന്മത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു പരാജയം വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അത് തന്നെയല്ല, യുദ്ധത്തിൽ എന്താണ് ജയവും എന്താണ് പരാജയവും ഒക്കെ സാധാരണയാണ്. അതുകൊണ്ട് അങ്ങ് വ്യാകുലപ്പെടേണ്ടതൊന്നുമില്ല എന്നൊക്കെയുള്ള ലൗകിക വാക്യങ്ങളെ കൊണ്ടൊക്കെ തന്റെ കൂടെ ഉണ്ടായിരുന്നതായിട്ടുള്ള രാജാക്കന്മാരൊക്കെ സമാധാനിപ്പിച്ച് തപസ്സിനുള്ള നിശ്ചയത്തിൽ നിന്ന് അവിടുന്ന് പിന്തിരിപ്പിച്ചു. ആരെ? ജരാസന്ധനെ. കഥേഷു സർവാനീകേഷു നൃപോ ബാർഹരഥസ്ഥത ഉപേക്ഷിതോ ഭഗവതാ മഗധാൻ ദുർമനായയോ. പിന്നെ ആ സൈന്യങ്ങൾ പാടെ നശിച്ചപ്പോൾ ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ടതായിട്ടുള്ള അല്ലെങ്കിൽ തിരിഞ്ഞുപോലും നോക്കാതെ വിട്ടയക്കപ്പെട്ടതായിട്ടുള്ള ആ ജരാസന്ധൻ നീറുന്ന മനസ്സുമായിക്കൊണ്ട് മഗധ രാജ്യത്തിലേക്ക് തിരിച്ചു യാത്രയായി. അങ്ങനെ സൈന്യത്തിന് യാതൊരു ക്ഷതവും ഏൽക്കാതെ ശത്രു സൈന്യമാകുന്ന സമുദ്രത്തെയൊക്കെ തരണം ചെയ്തതായിട്ടുള്ള രാമകൃഷ്ണന്മാര് അവര് നേരെ മധുരയിലേക്ക് മടങ്ങി. അങ്ങനെ സന്തുഷ്ടരായിട്ടുള്ള ദേവന്മാര് വഴിനീളെ എന്ത് ചെയ്തു? ഈ രാമകൃഷ്ണന്മാരുടെ കീർത്തിച്ചുകൊണ്ട് അവര് പുഷ്പവൃഷ്ടികളെയൊക്കെ ചെയ്ത് യാതൊരു ഉപദ്രവവും ഏറ്റിട്ടില്ലാത്തതായിട്ടുള്ള മധുരാവാസികളും അതുപോലെ രാമകൃഷ്ണന്മാരെയൊക്കെ അവിടുന്ന് വാഴ്ത്തിപ്പാടി പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്തു. അവരും അവിടുന്ന് ആ പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്ത് സ്വീകരിച്ചു. സൂതന്മാര്, മാഗധന്മാര്, ബന്ദികള് അവരൊക്കെ എന്ത് ചെയ്തു? സ്തുതിപാഠകങ്ങളൊക്കെ പാടിക്കൊണ്ട് ആ കൃഷ്ണന്റെ വിജയം എല്ലാവരും മധുരയില് ഗാനങ്ങളായിട്ട് ആലപിച്ചു. അതാണ് അവിടെ പറയുന്നത് ഉപഗീയമാന വിജയ സൂതമാഗത ബന്ദിഭീ. ഗംഭീരമായിട്ട് അവിടുന്ന് എല്ലാവരും ഇത് തന്നെ പറയുന്നുള്ള ശങ്കദുന്ദുഭയോ നേതുർഭേരി തുല്യാണ്യനേകശാ വീണ വേണുമൃദംഗാനിപുരം പ്രവിശതി പ്രദോ. വഴിനീളൊക്കെ എന്തായി? ശംഖധ്വനി അവിടുന്ന് മുഴങ്ങാൻ തുടങ്ങി. ദുന്ദുഭി, ഭേരി, തുല്യം തുടങ്ങിയതായിട്ടുള്ള വാദ്യവിശേഷങ്ങളൊക്കെ അവിടെ ഘോഷിച്ചു. പിന്നെയോ വീണ, വേണു, മൃദംഗം ഇങ്ങനെയുള്ള ആ എന്താണ് സാന്ത്വനമായിട്ടുള്ള സന്തോഷപൂർവമായിട്ടുള്ള ആ വാദ്യങ്ങളൊക്കെ അവിടെ പ്രയോഗിക്കപ്പെട്ടു. ഇങ്ങനെ മംഗളവാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടിക്കൊണ്ട് അവിടെ ആ കൊടിക്കൂറുകളൊക്കെ അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള കഴുകി വൃത്തിയാക്കിയതായിട്ടുള്ള തോരണങ്ങൾ അലങ്കൃതമായിട്ടുള്ള രാജവീതിയിലൂടെ അത്യാനന്ദ തുന്തിലായിക്കൊണ്ട് നഗരവാസികളോടൊപ്പം ബ്രാഹ്മണരൊക്കെ വേദോച്ചാരണമൊക്കെ ചെയ്തുകൊണ്ട് ബ്രഹ്മഘോഷേണ കൗതുകാബദ്ധതോരണാം ബ്രാഹ്മണരെ വേദഘോഷങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആ ഭഗവാനെ അല്ലെങ്കിൽ ആദരിക്കപ്പെട്ടുകൊണ്ട് അവിടെ യാത്രയായി. അങ്ങനെ നിലയുറപ്പിച്ചതായിട്ടുള്ള ആ മധുരയിലെ സ്ത്രീജനങ്ങള് അവരെന്താണ്? മാല്യങ്ങള്, തൈര്, അതുപോലെ അക്ഷതം അവിടെ പറയുന്നുണ്ട്. നാരീഭിർ മാല്യദക്ഷതാങ്കുരൈഹി. പിന്നെ അക്ഷതം അങ്കുരൈഹി എന്ന് പറഞ്ഞതാണ് മുളപ്പിച്ചതായിട്ടുള്ള നവധാന്യങ്ങള്. ഇതൊക്കെ ആ രാമകൃഷ്ണന്മാർക്ക് വരുവാൻ വേണ്ടിയിട്ട് ശുദ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അവരൊക്കെ അതെല്ലാം അവിടെ വിതറി എന്ന് പറയാണ്. ഇങ്ങനെ ആ പ്രീതി കലർന്നതായിട്ടുള്ള ആ ഭഗവാന്റെ നോട്ടങ്ങളെ അവര് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെ, കടാക്ഷങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് തൃക്കൺ പാർത്തുകൊണ്ട് ആ രാജകൊട്ടാരത്തിലേക്ക് യാത്രയായിട്ടുള്ള ശ്രീകൃഷ്ണൻ തനിക്ക് യുദ്ധക്കളത്തിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ശത്രുപക്ഷത്തുള്ളവരുടെ അളവറ്റതായിട്ടുള്ള ആ ധനവും അതുപോലെ തന്നെ ഭടന്മാരുടെ വെയ്യണിക്കൊപ്പുകളും ഒക്കെ എതിരാജാവായിട്ടുള്ള ആ ഉഗ്രസേനന് തിരുമുൽ കാഴ്ച സമർപ്പിച്ചു എന്ന് അവിടെ പറയുന്നു. എന്തായാലും ഇതുപോലെ ആ ജരാസന്ധൻ എന്ത് ചെയ്തു? 17 തവണ ജരാസന്ധൻ ഈ 23 അക്ഷൗഹിണികളോട് വീതം അവിടെ എതിരേറ്റു. രാമകൃഷ്ണന്മാരെ കൊണ്ട് ആ മധുരാവാസികളെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ സജ്ജന സംരക്ഷണം എന്നുള്ള
ഹേതുവായിക്കൊണ്ട് എന്തായി ഈ സൈന്യങ്ങളെ മുഴുവൻ ആ യുദ്ധം ചെയ്ത് ആ സൈന്യങ്ങളെ മുഴുവൻ അവിടെ വകവരുത്തി. തന്റെ സൈന്യം എല്ലാം ഇപ്രകാരം നശിച്ചു കഴിഞ്ഞപ്പോഴേക്കും യാദവരാൽ വിട്ടയക്കപ്പെട്ടതായിട്ടുള്ള ആ ജരാസന്ധൻ എന്ത് ചെയ്തു? ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരെ തന്റെ രാജ്യത്തേക്ക് തിരിച്ചുപോയി എന്ന് അവിടെ പറയുകയാണ്. പിന്നീട് 18ാമത്തെ യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് വീണ്ടും ജരാസന്ധൻ വരുന്ന രംഗങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം നമുക്ക് അത് അനുസ്മരിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.